ഹലോ. അതായത് നമ്മളിന്ന് തൃശ്ശൂരിൽ നിന്ന് അങ്ങ് പാലക്കാട് വരെ പോവാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു ബേബി ചേച്ചിയുടെ വയറ്റിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 7 മാസമായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചേച്ചിയുടെ വളകാപ്പിനാണ് പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചേച്ചീനെ ഇങ്ങനെ തട്ടിക്കൊണ്ടു വരണം. ഫാമിലിയിൽ നിന്ന് കുറച്ച് പേരായിട്ടാണ് പോണത്. നമ്മൾ ട്രാവലറിലാട്ടാ പോയത്. വീട്ടിലും നാട്ടിലൊക്കെ പനി ആയതുകൊണ്ട് ട്രാവലറിലാണെങ്കിൽ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമുക്കതൊരു പ്രശ്നമല്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ കിടന്നുറങ്ങിപ്പോരാ. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി. നമ്മുടെ വണ്ടിയിൽ നിന്ന് പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിറക്കിയിട്ടാ. പെട്ടിയിൽ എന്തെന്ന് വെച്ചാൽ കുറച്ച് മധുര സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അങ്ങോട്ട്. അങ്ങനെ എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്ത് നടന്നിട്ടാ. ആൻഡ് ദിസ് ഈസ് അവർ ഷിജൻഡി. ചേച്ചി അതിരേച്ചി. ആൻഡ് ദിസ് ഈസ് അവർ ബ്യൂട്ടിഫുൾ കുഞ്ഞു മമ്മി. പിന്നെ അവിടെ ചെന്ന് എല്ലാവരോടും കുറേ സംസാരിച്ച്. ചേച്ചിയാണെങ്കിൽ നല്ല തിരക്കിലായിരുന്നു. കാരണം വരുന്നവരോടൊക്കെ സംസാരിക്കണമല്ലോ. എല്ലാവരും മാത്രം എടുത്താൽ പോരല്ലോ, നമ്മൾ ആരെങ്കിലുമൊക്കെ എടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെ എടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടിയുടെ സെറ്റപ്പ് എന്ന് പറയണത് കേട്ടോ. നമ്മൾ ചെന്നപ്പോഴേക്കും എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചടങ്ങ് തുടങ്ങുന്ന സമയം വരെ നമ്മൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കുറേ നേരം അവരെ കൊണ്ട് സംസാരിക്കാൻ പറ്റും, നമുക്ക് ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വന്നു. അവിടെയൊക്കെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോകളൊക്കെ എടുത്തു. പിന്നെ ചേച്ചിയുടെ കയ്യിൽ ചേച്ചി എന്നെ നല്ല ക്യൂട്ടായിട്ട് മൈലാഞ്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വന്ന കാര്യത്തേക്ക് കിടന്നു. അല്ല, ചായ കുടിക്കായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഇത്രയും ദൂരം വന്നോണ്ടാന്നറിയില്ല, ഞങ്ങൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. ദിസ് ഈസ് അവർ ബേബിയുടെ അച്ഛൻ, അതായത് ഡാഡി കൂൾ. പിന്നെ നമുക്ക് വേണ്ടി വെച്ച സാധനങ്ങൾ ഒരാൾ നമ്മളെ കാണാതെ കട്ട് തിന്നുന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഉണ്ണിയായിപ്പോയില്ലേ ഉള്ളിൽ നിന്നുള്ളതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചടങ്ങ് അങ്ങനെ തുടങ്ങി.
കഴിഞ്ഞ് നമ്മൾ നേരെ ഫോട്ടോ എടുക്കാനായിട്ട് പോയിട്ടോ. അവിടെ ആണെങ്കിൽ മൊത്തം പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. എന്താ പാടം, കാട്, പിന്നെ തോടല്ല പുഴയല്ല, കുളം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചേച്ചി നമ്മുടെ കൂടെ പോരുന്നതിന് ഏറ്റവും വിഷമിച്ചിരിക്കുന്ന ആളെയാണ് ഈ കാണുന്നത്. കുട്ടിക്ക് മാത്രമേ വിഷമമുള്ളൂ, കുട്ടിയുടെ അമ്മയ്ക്കൊരു വിഷമമില്ല. പുള്ളിക്കാരൻ നല്ല സന്തോഷത്തിലാണ്. ആ കുട്ടിക്കാണ് ഈ യഥാർത്ഥ സ്നേഹമുള്ളത് ഇവിടെ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വിശപ്പിന്റെ വിളി വന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. എന്താ പേര്? നീലാംബരി. നല്ല പേര്. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. സദ്യയിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് ഒരു പപ്പടമാണ്. വേണമെങ്കിൽ പായസത്തിന്റെ ഒപ്പം ഒന്നടിക്കാം. ഇവൻ 2 എണ്ണം കഴിക്കുന്നു. സൈഡിലിരുന്ന് നമ്മൾ വിശപ്പ് കൊണ്ട് കുറച്ചേശ്ശെ കുത്തിക്കയറ്റുന്നു. ഫുഡ് കഴിച്ച എല്ലാവരും എനിക്ക് ഒരാൾ ഇവിടെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുക. ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ നോക്കി കുറേ പോസുകളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർക്ക് ജന്മപരമായുള്ള കഴിവുള്ളതുകൊണ്ട് അവൻ നല്ല രീതിയിൽ നിന്ന് കൊടുത്തു. കഴിവുള്ള ഫോട്ടോഗ്രാഫർ ഇവിടെ വേറെ നിൽക്കുന്നു. അവൻ അവൻ്റെ രീതിയിൽ നന്നായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. തത്തയായിരുന്നു തെറ്റിക്കാനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ എപ്പോഴും വെറുപ്പിച്ചുകൊണ്ടിരിക്കണമല്ലോ. അതുകൊണ്ട് ഇവർ കഴിക്കുന്നിടത്തേക്ക് നമ്മൾ ഓടിച്ചെന്നു ഫോണും കൊണ്ട്. ഹായ് ചേച്ചി, ഹായ് ചേട്ടാ. അവസാനം നമ്മളോട് പറഞ്ഞു ഒന്ന് പോയി തരുമോ എന്ന്. ഓക്കെ, എന്നാലും നമ്മൾ ഫുള്ള് വീഡിയോ എടുക്കണം. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. നമുക്ക് ഇറങ്ങാനായിട്ട് സമയമായി. അവിടെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കണം. നമുക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയില്ല. കുറേ ചടങ്ങുകളൊക്കെ അവിടെ നടക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറിയിട്ടാ. എൻ്റെ ഇടയിൽ ഒരു കവർ, എനിക്ക് തോന്നുന്നു ബാക്കി വന്ന ഫുഡ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പെട്ടെന്നോ എവിടെന്നോ ഒരു ശബ്ദം വരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടീനെ സമാധാനിപ്പിച്ച് നമ്മുടെ കുട്ടീനെയും കൊണ്ട് തൃശ്ശൂർക്ക് വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റേ സംഭവം ഇല്ലടാ, സബ്സ്ക്രൈബ്. അതന്നെ, അത് ചെയ്യാനും മറക്കണ്ട ട്ടാ. അപ്പോൾ ഓക്കെ, ബായ്.